കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്സ് ആരംഭിച്ച സ്ഥാപനം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. കൊറോണ സ്റ്റഡീസ് സീരീസ് ബുക്സ് ആരംഭിച്ച സ്ഥാപനം നാഷണൽ ബുക്ക് ട്രസ്റ്റ്. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മൊണ്ടെഗ് സിംഗ് അലുവാലിയ. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മൊണ്ടെഗ് സിംഗ് അലുവാലിയ. കോവിഡ്-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കിംഗ് ആരംഭിച്ച ജില്ല തിരുവനന്തപുരം. കോവിഡ്-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ ശ്രദ്ധിക്കുന്നതിനായി ഹൗസ് മാർക്കിംഗ് ആരംഭിച്ച ജില്ല തിരുവനന്തപുരം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ജീവനി സഞ്ജീവനി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം, പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ജീവനി സഞ്ജീവനി. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ആരോഗ്യ സേതു ആപ്പ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സമഗ്ര കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ആരോഗ്യ സേതു ആപ്പ്. 2019-2020 കാലയളവിൽ 431 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനി ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി, പശ്ചിമ ബംഗാൾ. 2019-2020 കാലയളവിൽ 431 ലോക്കോമോട്ടീവുകൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യൻ കമ്പനി ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി, പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ആദ്യമായി കോവിഡ്-19 ആരോഗ്യ സേവനങ്ങൾ എല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം. കേരളത്തിൽ ആദ്യമായി കോവിഡ്-19 ആരോഗ്യ സേവനങ്ങൾ എല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി സ്നേഹ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല മലപ്പുറം. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗ്ഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗ്ഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായ സ്ട്രെയിറ്റ് ഫോർവേഡിന്. ഇന്ത്യയിൽ ആദ്യമായി ISO അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായ സ്ട്രെയിറ്റ് ഫോർവേഡിന്. ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ KM എബ്രഹാം. ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവനാണ് KM എബ്രഹാം. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസിൻ്റെ വേദി ചൈന. 2021 ഏഷ്യൻ യൂത്ത് ഗെയിംസിൻ്റെ വേദി ചൈന. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് 2020 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റ്, ഗ്ലാസ്ഗോ വേദിയായ COP26 സമ്മിറ്റ് എന്നിവ 2021 മാറ്റി. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് 2020 വിംബിൾഡൺ ടെന്നീസ് ടൂർണമെൻറ്റ്, ഗ്ലാസ്ഗോ വേദിയായ COP26 സമ്മിറ്റ് എന്നിവ 2021 മാറ്റി. 2022 ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ കോങ് കോങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ. 2022 ചൈനയിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? കോങ് കോങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദി ഇന്ത്യ. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2020 വേദിയായിരുന്നു ഇന്ത്യ. ഇന്ത്യ വേദിയായിരുന്ന ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പ് കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചു. ഇന്ത്യ വേദിയായിരുന്ന ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പ് കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചു. ദി വേൾഡ് ഗെയിംസ് 2022 വേദി ബർമിംഗ്ഹാം, അമേരിക്ക. ദി വേൾഡ് ഗെയിംസ് 2022 വേദി ബർമിംഗ്ഹാം, അമേരിക്ക. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ വേദി ചൈന. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ വേദി ചൈന. ഭാഗ്യചിഹ്നം ഫെയ് ഫെയ്. 2022 ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണെന്ത്? ഫെയ് ഫെയ്. മാലിദ്വീപ് ഗവൺമെൻറ്റിന് കോവിഡ്-19 വ്യാപനം തടയുന്നതിനായുള്ള അവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി. മാലിദ്വീപ് ഗവൺമെൻറ്റിന് കോവിഡ്-19 വ്യാപനം തടയുന്നതിനായുള്ള ആവശ്യമരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യം ഓപ്പറേഷൻ സഞ്ജീവനി.
കോവിഡ്-19 സാഹചര്യം നേരിടുന്നതിനായി ലോകബാങ്ക് ഇന്ത്യക്ക് അനുവദിച്ച എമർജൻസി ഫണ്ട് $1 ബില്യൺ. കോവിഡ്-19 സാഹചര്യം നേരിടുന്നതിനായി ലോകബാങ്ക് ഇന്ത്യക്ക് അനുവദിച്ച എമർജൻസി ഫണ്ട് $1 ബില്യൺ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 ഹോം സ്ക്രീനിംഗ് ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം ബയോൺ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 ഹോം സ്ക്രീനിംഗ് ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം ബയോൺ എന്ന സ്ഥാപനം. കോവിഡ്-19 നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോൺ ഹാക്ക് ദ ക്രൈസിസ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. കോവിഡ്-19 നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ഹാക്കത്തോൺ ഹാക്ക് ദ ക്രൈസിസ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. ലോക്ക്ഡൗൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റോഡ് വിജിൽ. ലോക്ക്ഡൗൺ വിലക്ക് ലംഘിച്ച് വാഹനങ്ങളിൽ അനാവശ്യ യാത്ര നടത്തുന്നവരെ കണ്ടെത്താൻ തിരുവനന്തപുരം സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ റോഡ് വിജിൽ. കോവിഡ്-19 പരിശോധനയും ചികിത്സയും കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതിയിലാണ് സൗജന്യമാക്കിയത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ. കോവിഡ്-19 പരിശോധനയും ചികിത്സയും കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതിയിലാണ് സൗജന്യമാക്കിയത്? ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി പുസ്തകച്ചങ്ങാതി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കോഴിക്കോട് ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് മലയാള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി പുസ്തകച്ചങ്ങാതി. കോവിഡ്-19-നെതിരെ പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ തലവൻ അമിതാഭ് കാന്ത്. കോവിഡ്-19 എതിരെ പോരാടുന്നതിനായി കേന്ദ്ര സർക്കാർ ഏപ്രിൽ മാസത്തിൽ രൂപീകരിച്ച 10 അംഗ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? അമിതാഭ് കാന്ത്. കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ച ലോകത്തിലെ ആദ്യത്തെ മൃഗം നാദിയ എന്ന കടുവയ്ക്ക് ന്യൂയോർക്കിലെ മൃഗശാലയിൽ നിന്നും. കോവിഡ്-19 ബാധ സ്ഥിരീകരിച്ച ലോകത്തിലെ ആദ്യത്തെ മൃഗം നാദിയ എന്ന കടുവയ്ക്ക് ന്യൂയോർക്കിലെ മൃഗശാലയിൽ നിന്നും. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിച്ചത് 2020 ഏപ്രിൽ 5. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ അന്താരാഷ്ട്ര മനസാക്ഷി ദിനം അഥവാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കൺസൈൻസായി ആചരിച്ചത് 2020 ഏപ്രിൽ 5. ലോകാരോഗ്യ സംഘടന 2020 ഏത് വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു? ആതുര സേവകരുടെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന 2020 എന്ത് വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ആതുര സേവകരുടെ വർഷം. 2020 ലോക നഴ്സസ് ദിനത്തിൻ്റെ വിഷയം നേഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് എന്നാണ്. 2020 ലോക നഴ്സസ് ദിനത്തിൻ്റെ വിഷയം നേഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് എന്നാണ്. 2020 ലോകാരോഗ്യ ദിനത്തിൻ്റെ വിഷയം എന്താണ്? സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് എന്നതാണ് ലോകാരോഗ്യ ദിനത്തിൻ്റെ വിഷയം 2020. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം ലൈഫ് ലൈൻ ഉഡാൻ. കോവിഡ്-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭം ലൈഫ് ലൈൻ ഉഡാൻ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്ന പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല മലപ്പുറം. ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്ന കിറ്റ് വിതരണം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല മലപ്പുറം. കോവിഡ്-19 വ്യാപനത്തിനെതിരെ ആയുർവേദം ഉപയോഗപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സുഖായുഷ്യം. കോവിഡ്-19 വ്യാപനത്തിനെതിരെ ആയുർവേദം പ്രയോജനപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സുഖായുഷ്യം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘുവ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സ്വസ്ഥം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ലഘുവ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സ്വസ്ഥം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടൽ നിരാമയ. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആയുർവേദ ചികിത്സാ സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഓൺലൈൻ പോർട്ടൽ നിരാമയ. കേന്ദ്ര സർക്കാർ ഏപ്രിൽ 14 വരെ പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ ഏപ്രിൽ 30 വരെ നീട്ടിയ ആദ്യ സംസ്ഥാനം ഒഡീഷ. കേന്ദ്ര സർക്കാർ ഏപ്രിൽ 14 വരെ പ്രഖ്യാപിച്ച ആദ്യ ലോക്ക്ഡൗൺ ഏപ്രിൽ 30 വരെ നീട്ടിയ ആദ്യ സംസ്ഥാനം ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരം.
ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി നടത്തിയ സ്ഥാപനം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് വീടുകളിൽ എത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സഞ്ജീവനി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ രോഗികൾക്ക് മരുന്ന് വീടുകളിൽ എത്തിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സഞ്ജീവനി. കോവിഡ്-19മായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം വികസിപ്പിച്ച മൊബൈൽ ആപ്പ് കരുതൽ. കോവിഡ്-19മായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവരെ നിരീക്ഷിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം വികസിപ്പിച്ച മൊബൈൽ ആപ്പ് കരുതൽ. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ്? നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ന്യൂ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം, തൃശ്ശൂർ ജില്ലയിലെ നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പോൾ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണ്? കള്ളിക്കാട് ന്യൂ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തിരുവനന്തപുരം, കല്ലടിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്, നെന്മണിക്കര കുടുംബാരോഗ്യ കേന്ദ്രം തൃശ്ശൂർ. കോവിഡ്-19-നെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച വെബ്സൈറ്റ് യുക്തി വെബ്സൈറ്റ്. കോവിഡ്-19-നെതിരെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി ആരംഭിച്ച വെബ്സൈറ്റ് യുക്തി. കോവിഡ്-19 സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാത്തവർക്ക് 5000 രൂപ പിഴ അല്ലെങ്കിൽ 3 വർഷം തടവ് പ്രാബല്യത്തിലാക്കിയ നഗരസഭ അഹമ്മദാബാദ്. കോവിഡ്-19 സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാത്തവർക്ക് 5000 രൂപ പിഴ അല്ലെങ്കിൽ 3 വർഷം തടവ് പ്രാബല്യത്തിലാക്കിയ നഗരസഭ അഹമ്മദാബാദ്. കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ട. കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്കും ഐസൊലേഷനിൽ കഴിയുന്നവർക്കും വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഫ്രം ഹോം പദ്ധതി ആരംഭിച്ച ജില്ല പത്തനംതിട്ട. കോവിഡ്-19 പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ആധാരമാക്കി അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തി സുഭാഷ് അറുകര. കോവിഡ്-19 പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ആധാരമാക്കി അതിജീവനം എന്ന കവിത രചിച്ച വ്യക്തി സുഭാഷ് അറുകര. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി യൂട്യൂബ് ചാനൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം കർണാടക. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീടുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി യൂട്യൂബ് ചാനൽ ആരംഭിച്ച സംസ്ഥാനം കർണാടക. 2019 പ്രകാരം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സമർപ്പിച്ച രാജ്യം ചൈന. 2019 പ്രകാരം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ പേറ്റൻറ്റുകൾ സമർപ്പിച്ച രാജ്യം ചൈന. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഫിലിപ്പൈൻസ്. കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഫിലിപ്പൈൻസ്. ദൂരദർശൻ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനൽ DD റിട്രോ. ദൂരദർശൻ്റെ മുൻകാല പരമ്പരകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ ചാനലാണെന്ത്? DD റിട്രോ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ആരംഭിക്കുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 പ്രതിരോധത്തിന് അലോപ്പതിയെ ആയുർവേദവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാരീതി ആരംഭിക്കുന്ന സംസ്ഥാനം ഗോവ. ഇന്ത്യക്ക് ഹാർപൂൺ മിസൈൽ, ടോർപിഡോസ് എന്നിവ കൈമാറുന്നതിനായി ധാരണയിലേർപ്പെട്ട രാജ്യം അമേരിക്ക. ഇന്ത്യക്ക് ഹാർപൂൺ മിസൈൽ, ടോർപിഡോസ് എന്നിവ കൈമാറുന്നതിനായി ധാരണയിലേർപ്പെട്ട രാജ്യം അമേരിക്ക. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. കോവിഡ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കോവിഡ്-19 കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റീവ് കോവിഡ് ഗ്യാൻ. കോവിഡ്-19 കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റീവ് കോവിഡ് ഗ്യാൻ. വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡർ വിശ്വനാഥൻ ആനന്ദ്. വേൾഡ് വൈഡ് ഫണ്ട് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി വീണ്ടും
നിയമിതനാകുന്നത് മൂൺ ജെ ഇൻ. ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനാകുന്ന ആരാണ്? മൂൺ ജെ ഇൻ. 2020 നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം കെപ്ലർ 1649c. 2020 നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം കെപ്ലർ 1649c. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്പ് ആരോഗ്യ സേതു ആപ്പ്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ആപ്പ് ആരോഗ്യ സേതു ആപ്പ്. കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലോ രചിച്ച പുസ്തകങ്ങൾ ABCD ദ മീനിങ് ഓഫ് പീസ് എന്നിങ്ങനെ 2 പുസ്തകങ്ങൾ. കുട്ടികൾക്കായി പ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലോ രചിച്ച പുസ്തകങ്ങൾ ABCD ദ മീനിങ് ഓഫ് പീസ് എന്നിങ്ങനെ 2 പുസ്തകങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സാന്നിധ്യം കണ്ടെത്തുന്നതിനായി റാപ്പിഡ് ടെസ്റ്റിംഗ് ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ജീനോം സീക്വൻസിംഗ് നടത്തിയ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ജീനോം സീക്വൻസിംഗ് നടത്തിയ സ്ഥാപനം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെ. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടി പൂട്ടാത്ത പാഠശാല. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്നതിനായി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി ദൂരദർശനുമായി ചേർന്ന് ആരംഭിച്ച പരിപാടി പൂട്ടാത്ത പാഠശാല. COVID-19-നെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. COVID-19-നെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആൽപ്സ് പർവ്വതനിരയിൽ ഇന്ത്യൻ പതാകയുടെ ചിത്രം പ്രദർശിപ്പിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിറ്റി കിച്ചണുകളെ ജിയോ ടാഗ് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി വനിക. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി വനിക. 2020 ഏപ്രിലിൽ ഏതു രാജ്യത്തിലെ സമുദ്രത്തിൽ നിന്നാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയെ കണ്ടെത്തിയത്? ഓസ്ട്രേലിയ. 2020 ഏപ്രിലിൽ ഏതു രാജ്യത്തിലെ സമുദ്രത്തിൽ നിന്നാണ് ഗവേഷകർ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജീവിയെ കണ്ടെത്തിയത്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ആദ്യ സീറോ COVID-19 സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ആദ്യ സീറോ COVID-19 സംസ്ഥാനം ഗോവ. 2020 ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം പേരളം, കാസർഗോഡ്. 2020 ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചേമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം പേരളം, കാസർഗോഡ്. ഹൗ ദ അനിയൻ ഗോട്ട് ഇറ്റ്സ് ലേയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുധാമൂർത്തി. ഹൗ ദ അനിയൻ ഗോട്ട് ഇറ്റ്സ് ലേയേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുധാമൂർത്തി. COVID-19-നെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ-ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവന്മാർ വിനോദ് പോൾ, കെ വിജയരാഘവൻ. COVID-19-നെതിരെ വാക്സിൻ വികസിപ്പിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ-ലെവൽ ടാസ്ക് ഫോഴ്സിൻ്റെ തലവന്മാർ വിനോദ് പോൾ, കെ വിജയരാഘവൻ. ഇന്ത്യയിൽ കൊറോണ വൈറസ് വിമുക്തമായ രണ്ടാമത്തെ സംസ്ഥാനം മണിപ്പൂർ. ആദ്യ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ കൊറോണ വൈറസ് വിമുക്തമായ രണ്ടാമത്തെ സംസ്ഥാനം മണിപ്പൂർ. ആദ്യ സംസ്ഥാനം ഗോവ. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. ക്യാൻസർ രോഗികളെ പരിചരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ച സംസ്ഥാനം കേരളം. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ. ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി അതിജീവനം പദ്ധതി ആരംഭിച്ച ജില്ല തൃശ്ശൂർ. ലോക ഭൗമ ദിനാചരണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2020 ആചരിച്ചത്? 50ാമത് വാർഷികം. 2020 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ. ഏതു വർഷം മുതലാണ് ലോക ഭൗമദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1970. ലോക ഭൗമദിനം ഏപ്രിൽ 22. അതായത് ലോക ഭൗമദിനാചരണത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2020 ആചരിച്ചത്? 50ാമത് വാർഷികമാണ്. 2020 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ്. ഏത് വർഷം മുതലാണ് ലോക ഭൗമദിനം ആചരിക്കാൻ തുടങ്ങിയത്? 1970 മുതൽ.
ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറി ആരാണ്? കപിൽ ദേവ് ത്രിപാഠി. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറി കപിൽ ദേവ് ത്രിപാഠി. 2020 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 142, ഒന്നാമത് നോർവേ. 2020 ലോക പത്ര സ്വാതന്ത്ര്യ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 142, ഒന്നാമത് നോർവേ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് നൈറ്റിംഗേൽ 19. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് നൈറ്റിംഗേൽ 19. COVID-19 സാമ്പിൾ പരിശോധനയ്ക്കായി മൊബൈൽ വൈറോളജി റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി വികസിപ്പിച്ച സ്ഥാപനം DRDO. COVID-19 സാമ്പിൾ പരിശോധനയ്ക്കായി മൊബൈൽ വൈറോളജി റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി വികസിപ്പിച്ച സ്ഥാപനം DRDO. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനം സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് അഹമ്മദാബാദ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 പ്ലാസ്മ റിസർച്ച് നടത്തുന്ന സ്ഥാപനം സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് അഹമ്മദാബാദ്. മരിജുവാന കൃഷി നിയമപരമാക്കിയ ആദ്യ അറബ് രാജ്യം ലെബനൻ. മരിജുവാന കൃഷി നിയമപരമാക്കിയ ആദ്യ അറബ് രാജ്യം ലെബനൻ. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിർച്വൽ കോർട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സ്വമിത്വ. ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി സ്വമിത്വ. 2020 ലോക പുസ്തക ദിനം അതിൻ്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടി #മൈ ബുക്ക് മൈ ഫ്രണ്ട്. 2020 ലോക പുസ്തക ദിനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചരണ പരിപാടി #മൈ ബുക്ക് മൈ ഫ്രണ്ട്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഗ്രാം സ്വരാജ്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? ഗ്രാം സ്വരാജ്. ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്കും ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സാന്ത്വനം. ലോക്ക്ഡൗണിൽ തുടർ ചികിത്സയ്ക്കും ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സാന്ത്വനം പദ്ധതി. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ദിനമായി ആചരിച്ചത് 2020 ഏപ്രിൽ 5. ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ദിനമായി ആചരിച്ചത് 2020 ഏപ്രിൽ 5. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കോത്താരി. ഇന്ത്യയുടെ പുതിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് കോത്താരി. ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. ചന്ദ്രൻ്റെ ആദ്യ ഡിജിറ്റൽ ജിയോളജിക്കൽ മാപ്പ് പുറത്തിറക്കിയ സ്ഥാപനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ. COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി കാര്യാലയ് എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗം CISF. COVID-19 പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി കാര്യാലയ് എന്ന ആപ്ലിക്കേഷൻ രൂപീകരിച്ച സൈനിക വിഭാഗം CISF. കോവിഡ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ലോക്ക്ഡൗൺ ലേണേഴ്സ് സീരീസ് ആരംഭിച്ച സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ്. കോവിഡ് പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുന്നതിനായി ലോക്ക്ഡൗൺ ലേണേഴ്സ് സീരീസ് ആരംഭിച്ച സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ്. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. മൈനർ വിഭാഗത്തിലുള്ളവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് കർമ്മി ബോട്ട്. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ട് കർമ്മി ബോട്ട്. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2019 ആയുധ ഇടപാടിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് രാജ്യം അമേരിക്ക. സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം 2019 ആയുധ ഇടപാടിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് അമേരിക്കയാണ്. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെൻറ് ആശുപത്രി കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്. COVID-19 ചികിത്സയ്ക്കായി പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ച ആദ്യ ഗവൺമെൻറ് ആശുപത്രി
കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശ്. ന്യൂഡൽഹി, ലേ എന്നീ നഗരങ്ങളിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാറും ബസ്സും നിരത്തിലിറക്കുന്ന കമ്പനി NTPC. ന്യൂഡൽഹി, ലേ എന്നീ നഗരങ്ങളിൽ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കാറും ബസ്സും നിരത്തിലിറക്കുന്ന കമ്പനി NTPC. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് സെക്രട്ടറി ആരാണ്? രവി മിത്തൽ. ഇന്ത്യയുടെ പുതിയ സ്പോർട്സ് സെക്രട്ടറി ആരാണ്? രവി മിത്തൽ. ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിനായി സൗത്ത് സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ദൂത് ദുരന്തോ. ആന്ധ്രാപ്രദേശിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിക്കുന്നതിനായി സൗത്ത് സെൻട്രൽ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ദൂത് ദുരന്തോ. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതരാകുന്നത് TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതരാകുന്നവരാണ് TS തിരുമൂർത്തി. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ സുരേഷ് N പട്ടേൽ. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷ് N പട്ടേൽ. 2021 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ബെൽഗ്രേഡ്, സെർബിയ. 2021 ലോക പുരുഷ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി ബെൽഗ്രേഡ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് $1.5 ബില്യൺ വായ്പ അനുവദിച്ച സ്ഥാപനം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യക്ക് $1.5 ബില്യൺ വായ്പ അനുവദിച്ച സ്ഥാപനം ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്.